ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ അനുശ്രീ മടങ്ങി എത്തിയ സന്തോഷത്തിൽ ദേവമംഗലത്ത് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടി ആഘോഷിക്കാനായിട്ട് തുടങ്ങാം. അനുവിൻ്റെ മനസ്സും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ബാലൻ പറയും, ഇത് മോൾക്ക് വേണ്ടിയാ അച്ഛൻ മേടിച്ചതാ, എങ്ങനെയുണ്ട്, ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയ ദിവസമല്ലേ ഇന്ന് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് കേക്കൊക്കെ മുറിച്ച് ആദ്യം ബാലനും പിന്നെ ഗോമതിക്കും പിന്നീട് തൻ്റെ ഏട്ടന്മാരുടെ അടുത്തേക്കും ചെല്ലുക. ആദ്യം തന്നെ ആനന്ദിൻ്റെ അടുത്തേക്കാണ് കേക്കിൻ്റെ പീസുമായിട്ട് നമ്മുടെ അനുശ്രീ ചെല്ലുന്നത്. അപ്പം ആനന്ദ് പറയും, ഞങ്ങളുടെ അനിയത്തിക്ക് എന്ത് സംഭവിച്ചു എന്നോർത്ത് ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. മോള് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല എന്ന് പറയാം. പെട്ടെന്ന് ആരും പറയും, മോള് സ്വയം ഇഷ്ടത്താൽ ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനിവിടെ എല്ലാവരോടും അക്കാര്യം പറഞ്ഞതാ, പക്ഷെ ആരും വിശ്വസിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം ബാലനും ഗോമതിയും ഇങ്ങനെ പരസ്പരം നോക്കുക. ആനന്ദ് പെട്ടെന്ന് പറയും, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് മോളെ എന്ന് പറയാം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ ചതിക്കാനേ ഭയങ്കര എളുപ്പമാണ് എന്ന് ആനന്ദ് പറയാൻ കേട്ടോ. ആനന്ദ് ദേവിയെ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്റെ ഭാഗത്തു നിന്ന് ഒരു ചതി ഉണ്ടായെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാനേ പറ്റിയില്ല എന്ന് വീണ്ടും അനുവിനോട് പറയാം. നീ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളുടെ മനസ്സ് വിശ്വസിച്ചതേയില്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആരും പറയും, എന്തായാലും അതൊക്കെ കഴിഞ്ഞല്ലോ, ഞങ്ങളുടെ അനിയത്തിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു, അതിൽ പരം ഒരു സന്തോഷവും ഞങ്ങൾക്കിനി ഉണ്ടാകാനേ ഇല്ല എന്ന് പറയാം. അപ്പം ഇതെല്ലാം കേൾക്കുമ്പം അനുവിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുകയാണ്. അതെ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് എന്ന് ആനന്ദ് വീണ്ടും പറയാം. ഇപ്പോഴെങ്കിലും ഒന്ന് സമാധാനമായല്ലോ, എന്തായിരുന്നു ഇവിടുത്തെ പ്രകടനം, അപ്പോഴെങ്കിലും എൻ്റെ പൊന്നനുമോളെ നിന്നെ ഇവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഹോ എന്ന് മിത്ര പറയാം. അതെ അതെ, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് അറിയാവോ എന്ന് മീനും ചോദിക്കുക. അങ്ങനെയൊന്നും അല്ല എന്ന് ആര്യം പറയാ. അനു ഞങ്ങളെ ചതിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ എന്തൊക്കെയോ ആ ഒരു സങ്കടത്തിൽ പറഞ്ഞു പോയതാ, അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതല്ല എന്ന് ആര്യൻ വീണ്ടും പറയാണ് കേട്ടോ. പെട്ടെന്ന് ആര്യൻ അനുവിന് ഒരു കേക്കിൻ്റെ ഒരു ചെറിയ പീസ് ഒടിച്ച് വായിൽ വെച്ച് കൊടുക്കുക. തൻ്റെ ഏട്ടന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുമ്പം അനുവിനും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അതിനുശേഷം ഏടത്തിമാർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ്. പെട്ടെന്ന് മീനു പറയാം, ദേ ഇനി ഒരു സങ്കടവും നിനക്കുണ്ടാക്കാൻ പാടില്ല കേട്ടോ, സന്തോഷത്തോടെ ഇരിക്കണം എന്ന് അനുവിനോട് പറയണേ. അത് കേൾക്കുമ്പം അനു ശരി എന്നുള്ള രീതിയിൽ തലയാട്ടുക. പെട്ടെന്ന് അനു പറയാണ്, ഈ സന്തോഷത്തിനിടയിൽ ഒരു കുറവുണ്ട് എന്ന് പറയാം. എന്താ മോളെ എന്ന് ചോദിക്കുക. ഇപ്പം ധർമ്മമാമനും കൂടി ഇവിടെ വേണ്ടതായിരുന്നു എന്ന് പറയാണേ. ഇപ്പം എല്ലാവരും ധർമ്മൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണ് കേട്ടോ. മാമനില്ലാതെ ഒരു രസവും ഇല്ല ഇവിടെ എന്ന് അനുശ്രീ വീണ്ടും പറയാം. ഇപ്പം മാമൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മാമനായിരിക്കും. മാമനും ചിലപ്പം എന്നെ എടുത്തു പൊക്കി കറക്കിയേനെ, അതുപോലെ ഇതൊരാഘോഷമാക്കി മാറ്റിയേനെ. അച്ഛാ, മാമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അനുശ്രീ പറയാം. അച്ഛൻ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് വീണ്ടും പറയാണ്. പെട്ടെന്ന് ബാലൻ പറയും, നീ വിഷമിക്കേണ്ട മോളെ, അവൻ തിരിച്ചു വന്നോളും, അവന് നമ്മളില്ലാതെ പറ്റുമോ, എനിക്ക് ഉറപ്പാ ധർമ്മം തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ. അവൻ്റെ മനസ്സിലെ കരടൊക്കെ മാറിക്കഴിയുമ്പം അവൻ വരും. മോളെ, നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയതല്ലേ, പക്ഷേ നീ തിരിച്ചു വന്നില്ലേ എന്ന് ഇപ്പോൾ ഗോമതി പറയണം കേട്ടോ. അതുപോലെ ധർമ്മനും തിരിച്ചു വരും, അവനും തിരിച്ചു വരും, എത്രയും വേഗം തന്നെ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ന് പെട്ടെന്ന് മീനു പറയാം. എന്താ മീനു, എന്താ കാര്യം? അമ്മേ, അല്ലോക്ക് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ എന്തെങ്കിലും ചെയ്തു കൂട്ടും എന്ന് പറയാം. അപ്പം അത് ശരിയാണെന്ന മട്ടിൽ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക. അവനിനി എന്ത് ചെയ്യാനാ, ഇനി എന്തെങ്കിലും ചെയ്താലേ അവൻ വിവരം അറിയും എന്ന് പെട്ടെന്ന് ആര്യൻ പറയാണ് കേട്ടോ. ഞങ്ങളുടെ കൈയുടെ ചൂട് അവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ, വീണ്ടും അത് മേടിച്ചു കൂട്ടും, അത്ര തന്നെ എന്ന് ആനന്ദും പറയാം. ഇനി അനുമോളുടെ പിന്നാലെ അവൻ വന്നാൽ അവനെ ഞങ്ങൾ വെച്ചേക്കില്ല എന്ന് ആര്യൻ വീണ്ടും തൻ്റെ അഭിപ്രായം എല്ലാവരോടുമായിട്ട് പറയാം. ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ക്ഷമിച്ചു, ഇനി വന്നാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ആരും തല്ലാനും കൊല്ലാനും ഒന്നും പോകേണ്ട കാര്യമില്ല എന്ന് ബാലൻ പെട്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അനുവിനും നല്ല ഭയം തോന്നുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയും, ബാലേട്ട എനിക്ക് പേടിയാകുന്നു, എനിക്ക് അവൻ്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്, അവൻ്റെ സ്വഭാവത്തിന് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിവസവും നമ്മൾ പത്രത്തിൽ എന്തൊക്കെയാണ് വായിക്കുന്നത്, അവനാണെങ്കിലേ ഒറ്റ ബുദ്ധിയാണ്,
തോന്നുന്നത് അപ്പം ചെയ്യുന്ന ഒരു സ്വഭാവം. അനുക്കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ അവൻ ഉപദ്രവിക്കാൻ നോക്കിയാൽ അയ്യോ എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ഗോമതി പറയണേ. അപ്പം എല്ലാവരും അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് വരിക. എടോ താൻ സമാധാനപ്പെടുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഞാനില്ലേ, നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്ന് ബാലൻ വീണ്ടും പറയാം. ഇതെല്ലാം കേൾക്കുമ്പം അനുവിനും നല്ല ഭയം തോന്നുവാണേ. ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഗോമതി അപ്പം പറയാം. അപ്പം ബാലൻ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, ആ വഴി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറയണേ. അപ്പോൾ കാര്യം മനസ്സിലാകാതെ എല്ലാവരും പരസ്പരം നോക്കുക. പെട്ടെന്ന് ആനന്ദ് ചോദിക്കും, എന്ത് വഴി അച്ഛൻ കണ്ടെത്തിയത് എന്ന് ചോദിക്കുക. മോളെ, നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് അനുശ്രീയോട് ബാലൻ പറയും. എവിടെയാ അച്ഛാ എന്നപ്പോൾ അനു ചോദിക്കും കേട്ടോ. എവിടേക്കാ ബാലേട്ടാ എന്ന് ഗോമതിയും ചോദിക്കുക. അതൊക്കെ ഉണ്ട്, നമുക്കൊരിടം വരെ പോകണം എന്ന് ബാലൻ വീണ്ടും പറയണം. അപ്പം മീനും ഇത്രയും കാര്യം അറിയാതെ പരസ്പരം നോക്കുവാണ്. സമയം രാത്രി ദേവമംഗലത്ത് നമ്മുടെ മീനും മിത്രയും കൂടി വീടിന് പുറത്ത് നിന്ന് സംസാരിക്കാം. അപ്പം മീനു മിത്രയോട് ചോദിക്കും, മിത്രേ, നാളെ അച്ഛൻ അനുശ്രയം കൂട്ടി എവിടെയോ പോവല്ലേ? അമ്മയോടും ചെല്ലണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അവരെവിടേക്കായിരിക്കും പോകുന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല മീൻ ചേച്ചി എന്ന് മിത്ര പറയാം. നാളെ കൂടെ ചെല്ലണമെന്ന് അമ്മയോടും അനുശ്രയോടും പറയുമ്പോഴേ അച്ഛൻ്റെ മുഖത്തൊരു പിരിമുറുക്കം ഉണ്ടായിരുന്നു. അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇനി കൃഷ്ണമംഗലത്തെങ്ങാനും ചോദിക്കാൻ പോവാണോ? അനുശ്രയെ കോളേജിൽ ചേർക്കാൻ പോകുന്നതായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് മിത്ര പറയും. എന്തായാലും ഒരു വലിയ മഴ പെയ്ത് തോർന്നു. അത് നീ പറഞ്ഞത് നേരാ, സത്യവാ. ഇനി ദേവമംഗലത്തിന്റെ മുകളിൽ നിന്ന് ഒരു കാർമേഘം അങ്ങ് ഒഴിഞ്ഞു മാറിയതുപോലെ, ഒരു സമാധാനവും സന്തോഷവും തിരിച്ചു വന്നതുപോലെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുക. സമയം ദേവി റൂമിലേക്ക് കയറി വരിക. അപ്പോൾ ആനന്ദ് റൂമിലിരുന്ന് എന്തോ നോക്കുന്നത് ദേവിയും ശ്രദ്ധിക്കുന്നുണ്ട്. ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ദേവിക്ക് നല്ല ഭയമുണ്ട് ആനന്ദ് എങ്ങനെ പെരുമാറുമെന്ന് ഓർത്ത്. എന്താ ദേവി എന്ന് മയത്തിലാണ് ചോദിക്കുന്നത്. അല്ല, ആനന്ദേട്ടൻ കിടക്കുന്നില്ലേ? താൻ കിടന്നോ, എനിക്ക് ഫർണിച്ചർ ഷോപ്പിലെ കുറച്ച് കണക്ക് എഴുതാനുണ്ട് എന്ന് ആനന്ദ് പറയാം. ആനന്ദേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, ആനന്ദേട്ടൻ ദേഷ്യപ്പെടുമോ എന്ന് ചോദിക്കുക. ഇല്ല, താൻ പറഞ്ഞോ എന്ന് പറയാം. അത് എന്താടോ, താൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. എത്ര നാളുകൾക്ക് ശേഷമാണ് ആനന്ദേട്ടൻ എന്നോട് ഇച്ചിരി മയത്തിൽ സമാധാനത്തിൽ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ രണ്ടുപേരും തനിയാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ആനന്ദേട്ടൻ എങ്ങനെ എന്നോട് മറുപടി പറയുമെന്നോർത്ത് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്ന് ദേവി പറയാണ് കേട്ടോ. അപ്പം ആനന്ദ് ഇങ്ങനെ ആലോചിക്കുക, ആനന്ദേട്ടൻ എത്ര നാളുകൾക്ക് ശേഷമാണ് എന്നോടൊന്ന് സ്നേഹത്തിൽ സംസാരിക്കുന്നത്, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയണേ. അത് കേൾക്കുന്ന ആനന്ദ് പറയും, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ കുറച്ച് കാലം കഴിയുമ്പം അതിൻ്റെ അളവ് കുറയുമല്ലോ. ആ അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാലം കറിയുമ്പം അതിന് കുറച്ചൊക്കെ മാറ്റം വരും. ഇനിയിപ്പം എനിക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി എന്ന് പറയാം. അത് കേൾക്കുന്ന ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക, ഒരു പ്രതീക്ഷ ഉണ്ടാവുക. ഇനി ഇത്രയും നാളും തന്നോട് ഞാൻ ദേഷ്യപ്പെട്ടതും തന്നെ കുറ്റപ്പെടുത്തിയതും ഒക്കെ വെറുതെയാണെന്ന് എനിക്കൊരു തോന്നൽ. പിന്നെ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ വേദനയാണ്. സത്യത്തിൽ ദേവി, ഞാൻ എൻ്റെ സങ്കടം ഇങ്ങനെയൊക്കെ അങ്ങ് പ്രതികരിച്ച് തീർത്തതാ എന്ന് വീണ്ടും പറയാം. അപ്പോഴും ദേവിയാണെങ്കിൽ ആനന്ദ് പറയുന്നത് എന്താണെന്ന് അറിയാൻ കേട്ട് നിൽക്കുക. താൻ തെറ്റ് ചെയ്തോ, തൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ, ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറയാം. നമ്മുടെ കുഞ്ഞിനെ താൻ ശരിക്കും ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ പല പല ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. സത്യത്തിൽ തന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എന്ന് ആനന്ദ് വീണ്ടും മറുപടി പറയാം. തന്നെ വഴക്ക് പറയുമ്പം എൻ്റെ ഉള്ളിലെ ഈ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയത്. പെട്ടെന്ന് ദേവി പറയും, എനിക്കറിയാം ആനന്ദേട്ടൻ്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു എന്ന് ദേവി പെട്ടെന്ന് മറുപടി പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദ് ദേവിയുടെ അടുത്തേക്ക് വീണ്ടും വരിക. എന്നിട്ട് പറയും, നിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുമായിരുന്നു, ഇത്രയൊന്നും പിടിച്ചു നിൽക്കുമായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. നിനക്കെന്നോട് ശരിക്കും ദേഷ്യം തോന്നിയിട്ടുണ്ടോ ദേവി എന്ന് ചോദിക്കുക. അപ്പം ദേവി പറയും, അത് പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്നിട്ട് പറയും, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പം ആനന്ദ് ഏട്ടൻ എനിക്കൊരു താങ്ങാകുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ആനന്ദേട്ടൻ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയത് അതെന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി കളഞ്ഞു. എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. ശരിക്കും തകർന്നു പോയി, ശരിക്കും തകർന്നു പോയി. ആനന്ദേട്ടൻ്റെ ഭാഗത്തു നിന്ന് എന്നെ ഒരു താങ്ങ് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു, ആനന്ദേട്ടന് എന്നോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ വെറുതെയാണെന്ന്.
അതൊക്കെ ആനന്ദേട്ടൻ്റെ ദേഷ്യമല്ല, അത് ആനന്ദേട്ടൻ്റെ ഉള്ളിലുള്ള സങ്കടമാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായതാ എന്ന് ദേവി പറയാം. ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒക്കെ ആനന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് പോരുന്നെന്ന് എനിക്കറിയായിരുന്നു. അത് ഒരിക്കൽ മാറുമെന്നും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ദേവി വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് അവിടെ അവരുടെ കട്ടിലിലേക്ക് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവിയും ആനന്ദിൻ്റെ അടുത്തേക്ക് വന്ന് ഇരിക്കാം. പെട്ടെന്ന് ആനന്ദ് വീണ്ടും പറയാം, താൻ കിടന്നോ, നല്ല ക്ഷീണമുണ്ട്, സ്റ്റോറിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് മടുത്ത് വന്നതല്ലേ. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്, ഒരുപാട് സമാധാനമുള്ള ദിവസം. ആനന്ദേട്ടൻ എന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിച്ചില്ലേ എന്ന് പറയാം. എങ്കിൽ താൻ കയറി കിടന്നോ, എനിക്ക് ഇച്ചിരി കണക്ക് നോക്കാനുണ്ട്. അപ്പം ദേവി സമാധാനത്തോടെ കയറി കിടക്കുക. ഗുഡ് നൈറ്റ് എന്ന് പറയാം. ദേവി കണ്ണടച്ചു എന്ന് കാണുമ്പം ആനന്ദ് മനസ്സിൽ പറയാം, എടി മിടുക്കി, ആ സ്റ്റോറിലെ പണം നീയാ മോഷ്ടിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ മാമനെ നീ കള്ളനാക്കി. നിനക്ക് വേണ്ടി നല്ല ഒന്നാന്തരം കെണി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം നീ അതിൽ മൂക്കും കുത്തി വീഴും. അത്ര ദിവസമേ നിനക്ക് ഇവിടെ ഈ അഭിനയം ഉണ്ടാകുള്ളൂ. അന്ന് നിന്റെ കാര്യം തീരുമാനമാകും. അതുവരെ നിന്റെ മുന്നിൽ ഞാൻ മനോഹരമായി അഭിനയിക്കും. ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ലടി നിന്റെ കള്ളത്തരം പൊളിയാൻ. 1-2 ദിവസം അത്രയും മതി. നീ ആ കെണിയിൽ വീഴുക തന്നെ ചെയ്യും ദേവി എന്ന് ആനന്ദ് മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പം ആനന്ദ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണുമ്പം വീണ്ടും ദേവി തലയുയർത്തി നോക്കുക. എന്നിട്ട് ചോദിക്കും, എന്താ ആനന്ദേട്ടാ, എന്തോ പറഞ്ഞ പോലെ തോന്നിയിരുന്നല്ലോ. ഒന്നുമില്ല, നിനക്ക് തോന്നിയതാ, താൻ കിടന്നോ എന്ന് പറയണേ. എന്നിട്ട് ആനന്ദ് വീണ്ടും തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. പക്ഷേ ദേവിയാണ് കാശ് മോഷ്ടിച്ചതെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആനന്ദ് എത്തിച്ചേർന്നിരിക്കുന്നത്. സമയം രാവിലെ തന്നെ നമ്മുടെ ഗോമതിയെയും അനുവിനെയായിട്ട് ഒരു ഓട്ടോ വിളിച്ച് ബാലൻ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ഗോമതിക്കും ഒരറിവുമില്ല. നമ്മളിത് എവിടേക്കാണ് ബാലേട്ട പോകുന്നത്, ബാലേട്ടൻ എന്താ ഒന്നും പറയാത്തേ എന്ന് ഗോമതി ചോദിക്കുകയാണ്. താനും നടങ്ങ്, ഇപ്പം തന്നെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും എന്ന് പറയാം. പെട്ടെന്ന് അവരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ ബാലൻ കൊണ്ടുവരുന്നത്. ഇറങ്ങ് എന്ന് പറയാം. ബാ മോളെ ഇറങ്ങ് എന്ന് നമ്മുടെ അനുവിനോടും പറയാം. എത്രയായി എന്നൊക്കെ ചോദിച്ച് ഓട്ടോക്കാരന് കാശ് കൊടുക്കാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത് എന്ന് കാണുന്ന ഗോമതിയും അനുശ്രീയും ഭയന്ന് വിറച്ച് നിൽക്കുക. അയ്യോ, പോലീസ് സ്റ്റേഷൻ, ഇവിടേക്ക് എന്തിനാ നമ്മൾ വന്നേ എന്ന് അപ്പം പരസ്പരം നോക്കുക നമ്മുടെ അനുശ്രീയും ഗോമതിയും. അല്ല ബാലേട്ട, നമ്മളെന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്, അലോകിനെതിരെ പരാതി കൊടുക്കാൻ എന്ന് അപ്പം പറയാം. പരാതി ഒന്നും വേണ്ട അച്ഛാ, എല്ലാം കഴിഞ്ഞില്ലേ മോളെ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല, അവൻ ദുഷ്ടനാ. വേണമെങ്കിൽ ഇനിയും അവൻ പലതും ചെയ്തു കൂട്ടും. നീ തിരികെ വന്നതുകൂടെ അവൻ്റെ മനസ്സിലിപ്പോൾ പക എരിയുകയായിരിക്കും. എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കടുത്ത നീക്കങ്ങൾ അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാകും. ഇനി ഒരു അവസരം കൂടി അവന് നമ്മൾ കൊടുക്കാൻ പാടില്ല. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവനെ ജയിലിൽ അടയ്ക്കണം. അയ്യോ ബാലേട്ട, അതൊക്കെയാകും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഗോമതി പറയാം. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കുമെന്നോ? എൻ്റെ മക്കളുടെ ദേഹത്ത് ഒരു പൊടി വീണ പോലും ഈ ബാലനത് സഹിക്കില്ല. പിന്നല്ലേ ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവനെ ഞാൻ വെറുതെ വിടണോ? മോളെ നീ പേടിക്കണ്ട, അച്ഛൻ കൂടെയുണ്ട്. അച്ഛാ, എന്നാലും അച്യുതൻ അങ്കിളിനും അനന്തൻ അങ്കിളിനും ദേഷ്യം കൂടത്തേ ഉള്ളൂ. അതുവഴി രാജശ്രീ ആൻറ്റിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം. നമ്മൾ സഹിച്ചതിനപ്പുറം ഒന്നും അല്ലല്ലോ ഇതൊന്നും. ഞാനും ഈ ഗോമതിയും എത്രമാത്രം സഹിച്ചു. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം. നമ്മൾ കണ്ണടച്ച വീണ്ടും അവനും അവനെപ്പോലുള്ളവർക്കും കുറ്റം ചെയ്യാനുള്ള ആവശ്യം കൂടുകയുള്ളൂ എന്ന് ബാലൻ പറയാം. നമ്മൾ വെറും ഭീരുക്കളാണെന്ന് കരുതും. അതിനൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ല മോളെ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. നമ്മൾ ആരും വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ ഒന്നുമില്ല. അതുപോലെ നമ്മളെ ആരും ചതിക്കാൻ അനുവദിക്കാനും പാടില്ല. മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇന്നലെ ഞാൻ തന്നെ അവനെ ശിക്ഷിക്കേണ്ടതായിരുന്നു, അത് നടന്നില്ല. അതുകൊണ്ട് നമുക്ക് നിയമത്തിൻ്റെ വഴി നോക്കാം. ഇനിയിപ്പം പോലീസുകാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു പരാതി എന്തായാലും കൊടുക്കണം. മോള് ബാ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുക. ഈ അച്ഛനുണ്ട് എൻ്റെ മോളുടെ കൂടെ. ഗോമതി, മോളെയും കുട്ടി അകത്തേക്ക് വാ എന്ന് ഗോമതിയോട് പറയാൻ കേട്ടോ. അപ്പോഴും അനുശ്രീക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒക്കെ മടിച്ചു നിൽക്കുകയാണ്. വാ മോളെ, അച്ഛൻ പറയുന്നത് പോലെ നമുക്ക് കേൾക്കാം എന്ന് ഗോമതിയും പറയാം. എന്നിട്ട് അനുവിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ. എങ്കിലും ഇത് ചെയ്ത് ശരിയാണോ, പ്രശ്നം കൂടുതൽ വഷളാകുമോ എന്നുള്ള ചിന്തയൊക്കെ വരിക. പെട്ടെന്ന് എസ്ഐയുടെ മുന്നിലേക്ക് ചെല്ലുക. നമസ്കാരം സാർ എന്ന് അലൻ പറയാം. ഞാനൊരു പരാതിയായിട്ട് വന്നതാ. ഇരിക്കൂ എന്ന് ആ പോലീസുകാരൻ പറയാൻ കേട്ടോ. അപ്പോൾ ഗോമതിയും അനുശ്രീയും അയാൾക്ക് മുന്നിൽ ബാലനും 3 പേരും നിരന്നിരിക്കുക. എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിക്കുക. സാർ, ഇതെൻ്റെ മോൾ അനുശ്രീ എന്ന് പറയാം. അവളെ ഒരു ദുഷ്ടൻ ചതിയിൽപ്പെടുത്തി എന്ന് ബാലൻ പറയാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം സാർ എന്ന് വീണ്ടും പറയാം. നിയമത്തിൽ വിശ്വസിക്കുന്നവനാ ഞാൻ, അതുകൊണ്ട് പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിങ്ങ്
ഇങ്ങ് തന്നോളൂ എന്ന് ആ പോലീസുകാരൻ അപ്പോൾ പറയാം. ബാലൻ വിശദമായി എഴുതിയ പരാതി പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അയാളത് വായിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയോടെ ബാലൻ നോക്കി നിൽക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്താ പരാതി നൽകാൻ വൈകിയത് എന്ന് പോലീസുകാരൻ ചോദിക്കാം. അപ്പോൾ ഗോമതി പറയും, ഞങ്ങൾക്ക് പേടിയായിരുന്നു സാർ, പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി നോക്കണ്ടേ എന്ന് പറയാം. ഭാവി നോക്കണമെന്ന് മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യരുത്. ഭാവിയെ പേടിയുള്ള മാതാപിതാക്കൾ ഒരു കുറ്റകൃത്യം കണ്ടാൽ അപ്പം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നാളെ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ചിരുന്ന ജീവിതാവസാനം വരെ പേടിച്ചിരിക്കാനേ സാധിക്കത്തുള്ളൂ എന്ന് പറയാം. മോള് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ എന്ന് ചോദിക്കാം. ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ രീതിയിലാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അവനെ ജയിലിലടയ്ക്കാൻ പോലീസുകാർ സഹായിക്കാൻ എല്ലായിരുന്നു മോള് ഇരുന്നത് എന്ന് ചോദിക്കാം. മനസ്സിലാക്കുന്നു സാർ, അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. നിങ്ങളെപ്പോലുള്ളവരാ കുറ്റവാളികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് എന്ന് ആ പോലീസുകാരെ വീണ്ടും പറയാൻ കേട്ടോ. എന്തായാലും ബാലൻ പരാതിയുമായി വന്നല്ലോ, അത് നല്ല കാര്യം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അനുശ്രീയും ഗോമതിയും കൂടി ഒരു പരാതി കൊടുക്കണം. നമുക്കവനെ പൂട്ടാന്നേ, ഇനി അവൻ തല പൊക്കരുത്. എന്ന് വെച്ചാൽ എന്ന് ഗോമതി ചോദിക്കാം. അതായത് അറസ്റ്റ് ചെയ്യാമെന്ന്, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാമെന്ന്. അത് വേണ്ട സാർ, അയ്യോ അതൊന്നും വേണ്ട എന്ന് അപ്പോൾ ഗോമതി പറയാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, പിന്നെ എന്തിനാ പരാതിയായിട്ട് വന്നത്? പെട്ടെന്ന് ബാലൻ പറയും, സാർ ഗോമതി പേടിച്ചിട്ടാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഈ അനാവശ്യ പേടിയാണ് നിങ്ങൾ എടുത്ത് കളയേണ്ടത് എന്ന് പോലീസുകാരൻ ഗോമതിയോട് പറയാം. കുറച്ച് ധൈര്യം സംഭരിക്കുക, നിങ്ങളുടെ ഭർത്താവ് ശക്തിയോടെ കൂടെ നിൽക്കുന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ പതറി നിൽക്കുന്നത് എന്ന് ചോദിക്കാം. അറസ്റ്റ് ചെയ്യണമെന്നല്ല, അറസ്റ്റ് ചെയ്ത് ഇടിയും കൊടുക്കണം എന്ന് വേണം പറയാൻ എന്ന് പറയാം. അവനെ അറസ്റ്റ് ചെയ്യണം സാർ എന്ന് ബാലൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ കടന്നു കയറിയവനല്ലേ, നിങ്ങളുടെ മരുമോളുടെ അബോഷനും കാരണക്കാരൻ അവനല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള അവനെ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഗോമതിയോട് ചോദിക്കുക. ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സാർ എന്ന് പറയാം. അപ്പം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കേട്ടോ ബാലൻ പരാതി കൊടുത്തിരിക്കുന്നത്. അന്ന് വീട്ടിൽ കടന്നു കയറിയതും ദേവിയെ ഉപദ്രവിച്ചതും തുടങ്ങി സകല കാര്യങ്ങളും അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഗോമതിയും അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ പറയുന്നത് കേൾക്കുന്ന അനുശ്രീ ഭയന്ന് പോവാണേ. അങ്ങനെ വേണം പറയാൻ. പെൺകുട്ടികളോട് അതിക്രമം കാണിക്കുന്നവരോട്, അതുപോലെ കുഞ്ഞു കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കുന്നവരോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത് കടുത്ത രീതിയിൽ തന്നെയാണ്. അവർക്കുള്ള ശിക്ഷ കഠിനപരമായി തന്നെ നൽകണം. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം എന്ന് പറയാം. കുറേ പേരകത്തായ പുറത്തുള്ള കുറ്റവാളികൾക്ക് കുറച്ച് ഭയമൊക്കെ തോന്നി തുടങ്ങും. അവരും പതിയെ അടങ്ങിക്കോളും എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി അനുവിനെ നോക്കുവാണ് കേട്ടോ. പെട്ടെന്ന് മറ്റൊരു പോലീസുകാരനെ ആ എസ് ഐ വിളിക്കുകയാണ്. സാർ ഇവരുടെ കയ്യിൽ നിന്ന് വിശദമായൊരു പരാതി എഴുതി മേടിച്ചോളൂ എന്ന് പറയാം. അപ്പോൾ വന്ന കോൺസ്റ്റബിള് അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. അപ്പം താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ പോകുന്നത്. ഇതേ സമയം നമ്മുടെ എസ് ഐ ആ പരാതി വീണ്ടും വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുവാണേ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അനുവും ഗോമതിയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അവർക്ക് പിന്നാലെ ബാലനും ഇറങ്ങി വരികയാണ്. അനുവിനാണ് ഇതൊക്കെ ശരിയാണോ എന്നൊരു ചിന്ത വരിക. ഇതേ സമയം മറ്റൊരു കുറ്റവാളിയെ ആ പോലീസുകാർ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ ഇവർ കാണുവാണേ. അതുകൂടി കാണുമ്പം പെട്ടെന്ന് നമ്മുടെ അനുവിന് നല്ല ഭയം തോന്നുവാണ്. അപ്പോൾ ആ പോലീസുകാരൻ്റെ അടി കാണുന്ന ഗോമതി ഭയന്ന് പോവുക. ഇതെങ്ങ് നോക്കിക്കേ ബാലേട്ട, ഇട്ട് തല്ലുന്നത് എനിക്ക് പേടിയാവുക. അലോകനെയും അവരിങ്ങനെ തല്ലല്ലേ, ഇതൊന്നും ശരിയാകില്ല ബാലേട്ട, നമുക്ക് പരാതി പിൻവലിക്കാം എന്ന് പറയാം. ആ കണ്ടില്ലേ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നേ, ആ സ്ത്രീയുടെ ഭർത്താവാ മദ്യപിച്ച് വന്ന് ആ പാവ സ്ത്രീയെ ഉപദ്രവിച്ചതിനാണ് പരാതി കൊടുത്തത്. നീ നമ്മുടെ മകളെ ആ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. അലോക് നമ്മുടെ മോളോട് ഈ രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി പതിയെ കൊണ്ടുവരുന്ന ഗോമതിക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. എങ്കിൽ ബാലേട്ടൻ പറഞ്ഞതുപോലെ പരാതി നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് വീണ്ടും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോവുക. അതോടുകൂടി ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്ന് മെഗാ എപ്പിസോഡാണ്, ഒരു എപ്പിസോഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്